ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഒരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആൽഫബറ്റിലുള്ള പ്രത്യേകതകളാണ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എയുടെ മുകളിലുള്ള കുത്തും ഓയുടെ മുകളിലുള്ള 2 കുത്തും യുവിൻ്റെ മുകളിലുള്ള 2 കുത്തിൻ്റെയും പ്രൊനൗൺസിയേഷൻ പഠിച്ചു. പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിലൊക്കെ നമുക്കിപ്പോൾ അതിൻ്റെ വേർഷൻ കിട്ടും. പക്ഷെ അല്ലാത്തവർക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ അടിക്കുമ്പോൾ ആ ഒരു ആൽഫബറ്റ് അതിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാ ഉംലൗട്ട് വാക്കുകളും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അക്ഷരമാലയാണ് ഈ അതിൻ്റെ കൂടെ. അപ്പോൾ എയുടെ കൂടെ ഈ, ഓയുടെ കൂടെ ഈ, യുവിൻ്റെ കൂടെ ഈ. അതിന് ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷേൺ എന്ന വാക്കാണ്. ഷേൺ അതെങ്ങനെ നമ്മൾ എഴുതുമെന്ന് നോക്കാം. SCHO ഉംലൗട്ട് ഇടാതെ EN. എന്നാലും അത് അവർ വായിക്കുക എന്താണ്? ഷേൺ എന്ന് തന്നെയാണ് അത് വായിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എയുടെ മുകളിൽ കുത്തിന് പകരം AE, ഓയുടെ മുകളിൽ കുത്തിന് പകരം OE, യുവിൻ്റെ മുകളിൽ 2 കുത്തിന് പകരം UE എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതുകൂടാതെ നമ്മൾ പറഞ്ഞു ഒരു എസെറ്റ് എന്ന് പറഞ്ഞു അല്ലേ. എസെറ്റ് എന്ന് പറഞ്ഞാൽ ബിയുടെ ക്യാപിറ്റൽ പോലെ തോന്നിക്കുന്നത്. അതൊരു ലിഗേച്ചർ എന്ന് പറയും ആ ഒരു അക്ഷരമാലയെ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 സൗണ്ട് കൂടിയിട്ട് അതല്ലെങ്കിൽ 2 ലെറ്റേഴ്സ് കൂടി വേറൊരു പുതിയ സൗണ്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വാക്കാണ് ലിഗേച്ചർ. അപ്പോൾ ഈ എസെറ്റ് എന്നുള്ള ഈ അക്ഷരമാല ഒരു ലിഗേച്ചറാണെന്നാണ് ജർമ്മൻകാർ പറയുക. അതിനാൽ തന്നെ അതിനെ വിളിക്കപ്പെടുന്ന വാക്കാണ് ഷാർപ്പ് എസ് എന്നുള്ളത്. ഷാർപ്പ് എസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ ആ അക്ഷരത്തിന്, ഈ ഒരു അക്ഷരത്തിനെ അല്ലെങ്കിൽ എസെറ്റ് എന്നുള്ള ഈ അക്ഷരത്തിനെ വായിക്കുന്നത് അങ്ങനെയാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഷാർപ്പ് എസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഞാൻ ക്യാപിറ്റൽ B അടിച്ചു കൊടുക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ. അതില്ലാതെ അല്ലെങ്കിൽ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം 2 S എഴുതിയാൽ മതി. അപ്പോൾ സ്ട്രാസെ എന്ന് പറഞ്ഞാൽ റോഡ് എന്നർത്ഥം. സ്ട്രാസെ റോഡ് എന്നർത്ഥം. അതിൻ്റെ ഈ ഷാർപ്പ് എസ്സിന് പകരം 2 S ആണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതും ഈ സെയിം മീനിങ് തന്നെയാണ് വരിക, അല്ലെങ്കിൽ ഈ സെയിം വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിൽ ആൽഫബറ്റിൽ വേറൊരു പ്രത്യേകതയുള്ള അക്ഷരമാല എന്ന് പറയുന്നത് 6 എന്നുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ 6 പഠിച്ചു അല്ലേ. അപ്പോൾ 6ന് പകരമുള്ള അല്ലെങ്കിൽ 6 എങ്ങനെ നമുക്ക് ജർമ്മനിൽ ഉച്ചരിക്കാം. 2 രീതിയിലാണ് അത് പറയുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു ബിഗിനിങ്ങിൽ 6 വരികയാണെങ്കിൽ ഒരു വാക്കിൻ്റെ ആദ്യം ഒരു 6 വന്നു കഴിഞ്ഞാൽ അത് റാഡ് എന്നുള്ള വാക്ക്, റാഡ് എന്ന് പറഞ്ഞാൽ ബൈസിക്കിളിന് നമ്മൾ പറയുന്ന വാക്കാണ് റാഡെന്ന്. അപ്പോൾ ഇവിടെ റാഡെന്ന് ആദ്യം 6 വന്നേക്കണോണ്ട് അതിനെ ഉച്ചരിക്കുന്നത് റാഡ്. റാഡ് കണ്ട ഒരു വൈബ്രേഷൻ നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരണം, എന്നാൽ മാത്രം അത് ശരിക്കായിട്ടുള്ള വാക്കായിട്ട് പുറത്തേക്ക് വരുള്ളൂ. റാഡ്, റാഡ് എന്ന് പറയാം. അപ്പോൾ അത് സ്ട്രോങ്ങർ സൗണ്ടായിട്ട് വരും. പക്ഷെ ഒരു വാക്കിൻ്റെ അറ്റത്താണ് ഈ 6 വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മുട്ട, കണ്ട മുട്ട, ആ മദർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം മുട്ട എന്ന് വരുള്ളൂ. അതുപോലെ തന്നെ ബുട്ട, ബട്ടർ തന്നെയാണ് ബുട്ടർ എന്ന് വായിക്കുന്നത്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ അത് നോക്കുമ്പോൾ ബട്ടർ എന്ന് തന്നെയാണ് തോന്നുക അല്ലേ. പക്ഷേ ഊന്നുള്ള അക്ഷരമാല അതിൽ ഉൾപ്പെട്ടുകൊണ്ട് ജർമ്മനിൽ നമ്മൾ ബുട്ട എന്നാ വായിക്കുക. ബുട്ട കണ്ട. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഒരു വാക്കിൻ്റെ അറ്റത്ത് 6 വരുമ്പോൾ അതിന് വരുന്ന മാറ്റവും ഒരു വാക്കിൻ്റെ ആദ്യം 6 വരുമ്പോൾ റാഡ്, റാഡ്, റാഡ് എന്നാണ് വാക്ക്. ഇത് അറ്റത്ത് വരുമ്പോൾ മുട്ട, ബുട്ട കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ജർമ്മൻ ഭാഷയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോകുന്നത് നൗൺ എന്ന് പറയുന്നത് ജർമ്മനിൽ എന്താണ്. അതിൻ്റെ സെൻറ്റൻസാണ് വാസ് ഇസ്റ്റ് നോമൻ ഇൻ ഡോച്ച്. അപ്പോൾ ജർമ്മനിൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അത് ഈ നോമൻ എന്ന് പറയുന്നത് റിഫേഴ്സ് ടു എ നൗൺ വിച്ച് നെയിംസ് പീപ്പിൾ, പ്ലേസസ്, തിങ്സ് ഓർ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഒരു സ്ഥലത്തിനെക്കുറിച്ചോ സാധനങ്ങളെക്കുറിച്ചോ ഒരാൾക്കാരുടെ പേര്, സ്ഥലം, എല്ലാത്തിനെക്കുറിച്ചും പറയുന്നതിനെയാണ്
ഇപ്പോൾ നൗൺ എന്ന് പറയുന്നത്. പക്ഷേ ജർമ്മനിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും വിത്ത് ആർട്ടിക്കിൾ കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയും ദ ബുക്ക്, ദ പെൻ, ദ ഫിഷ്, അങ്ങനെ ദ വെച്ചിട്ടെല്ലാം പറയാം അല്ലേ. അപ്പോൾ പക്ഷെ ജർമ്മനിൽ അങ്ങനെ നമുക്കിഷ്ടമുള്ളത് പറയാൻ പറ്റില്ല. ജർമ്മൻകാർ തന്നെ ആ ഓരോ വാക്കിനും അല്ലെങ്കിൽ ഓരോ നൗണിനും ഓരോ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെ പഠിച്ച് അതുപോലെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ആൻ എന്നുള്ളത് വവൽസിന് സ്റ്റാർട്ട് ചെയ്യുന്ന നൗൺ വെച്ചിട്ടുള്ളതിന് ആൻ ആണെന്ന് നമുക്കറിയാം, അല്ലാത്തതിനൊക്കെ എ ആർട്ടിക്കിളാണെന്ന് നമുക്കറിയാം. പക്ഷേ ജർമ്മനിൽ അങ്ങനെയല്ല. സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ വെർബിനെയും നമുക്ക് നൗണാക്കാം. അതിൻ്റെ ആർട്ടിക്കിൾ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാത്തിനും ജർമ്മൻകാർ തന്നെ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എല്ലാ ജർമ്മൻ നൗണുകളും ക്യാപിറ്റലൈസ്ഡ് ആണ്. എന്നുവെച്ചാൽ ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ എല്ലാ നൗണും ജർമ്മനിൽ എഴുതാൻ പാടുള്ളൂ. ഇംഗ്ലീഷിന് അങ്ങനെയല്ലല്ലോ. സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആൾക്കാരുടെ പേര് അങ്ങനെയുള്ളതിനൊക്കെ ക്യാപിറ്റൽ എഴുതണ്ടു. പിന്നെ ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഡെസ്ക്, ചെയർ, അതിനൊന്നും നമ്മൾ ആർട്ടിക്കിൾ ഇടൂലല്ലോ ഇംഗ്ലീഷിൽ സാധാരണ. പക്ഷേ അതല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലും എഴുതൂല. അപ്പോൾ പക്ഷേ ജർമ്മനിൽ അങ്ങനെയല്ല. ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്താണ് എല്ലാ ജർമ്മൻ നൗണുകളും എഴുതുന്നത്. ഓരോ നൗണിനും ഒരു ജെൻഡർ ഉണ്ട്, പിന്നെ അതിനൊരു ആർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ ജർമ്മനിൽ ഓരോന്നിനും ഓരോ ജെൻഡർ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ജെൻഡർ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതിനൊരു ആർട്ടിക്കിളും അവർ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ നമ്മളെപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ മതി. പക്ഷേ നൗണായിട്ടുള്ള വാക്കുകളൊക്കെ ക്യാപിറ്റലൈസ് ചെയ്താൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാവുള്ളൂ. അപ്പോൾ മാസ്കുലിൻ എന്ന് പറയുന്നത് ജർമ്മനിൽ ഡെർമാൻ, അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡെറാണ്. ഡെർ എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ചാൽ മതി. ഡെറാണ് മാസ്കുലിൻ ഫോം ജർമ്മനിൽ വരുന്നത്. ഡേ എന്നാണ് അതിൻ്റെ അർത്ഥം. ദ എന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ജർമ്മനിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത് മാത്രം എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ പഠിക്കാൻ പാടുള്ളൂ. ഫെമിനീൻ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡെർമാൻ, പുരുഷൻ എന്ന് പറയുന്നത് ദ മാൻ. അടുത്തത് ഫെമിനീനിൽ ഡി ഫ്രൗ എന്ന് പറഞ്ഞ് സ്ത്രീ അല്ലെങ്കിൽ ദ വുമൺ. ഇംഗ്ലീഷിൽ നമ്മൾ ദ വുമൺ എന്ന് പറയും. ന്യൂട്രൽ പറയുമ്പോൾ ദ സ്കിൻഡ് അല്ലെങ്കിൽ ദാസാണ് അതിൻ്റെ ആർട്ടിക്കിൾ. അപ്പോൾ ഫെമിനീന് നമ്മൾ ഡി കൊടുക്കാം ആർട്ടിക്കിൾ, ന്യൂട്രൽ നമുക്ക് ദാസ് കൊടുക്കാം. കിൻഡ് എന്നുള്ളത് കുട്ടി എന്നാണ്, കൊച്ചു കുട്ടികളെ പറയുന്ന പേരാണ് കിൻഡ്, ദ ചൈൽഡ്. അത് ഈ മൂന്നെണ്ണത്തിൻ്റെയും പ്ലൂറലാണ് ദി മെന്നർ. നോക്കിയാൽ നിങ്ങൾ എല്ലാത്തിലും ഡി ആണ് ആർട്ടിക്കിൾ പ്ലൂറൽ ഫോമിൽ. അത് ബേസിക് ആയിട്ടുള്ള നോമിനാറ്റീവ് എന്ന് പറയുന്ന കേസാണ്. അതിലെല്ലാത്തിലും ഡി ആണ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പം ഡി മെന്നർ, ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ. അടുത്തത് ഡി ഫ്രാവൻ, സ്ത്രീകൾ എന്നാണ് അർത്ഥം. ഡി കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നർത്ഥം. അപ്പോൾ ഇതിനെല്ലാം പ്ലൂറൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഡെർമാൻ എന്ന് പറയുന്നത് ഡെർമാൻ, ഡി ഫ്രൗ, ദ സ്കിൻഡ് എന്നുള്ളതിന് ഡെർമാനിൻ്റെയാണ് ഡി മെന്നർ, ഡി ഫ്രൗ എന്നുള്ളതാണ് ഡി ഫ്രൗവൻ, ദ സ്കിൻഡ് എന്നുള്ളതാണ് ഡി കിൻഡർ. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിലും ഡി തന്നെയാണ് ആർട്ടിക്കിൾ വരിക, മൂന്നെണ്ണത്തിനും കൂടെ. പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് എഴുതുമ്പോൾ മാസ്കുലിൻ ഡെർ, ഫെമിനിൻ ഡി, ന്യൂട്ടർ ദാസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് പഠിച്ചു വെക്കാനോ തോന്നിയതുപോലെ എഴുതാനോ പാടില്ല. അവർ കൊടുത്തിരിക്കുന്ന ചില ആർട്ടിക്കിളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആണുങ്ങൾക്ക് മാത്രമാണ് ഡെർ വരിക അല്ലെങ്കിൽ പുരുഷന്മാരെ പ്രതിപാദിക്കുന്ന വാക്ക് മാത്രമാണ് ഡെർ വരിക എന്ന്. അങ്ങനെയല്ല, അവർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എക്സെപ്ഷൻസ് എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ
ഡി ഫ്രാവ് എന്നുള്ളത് ഡി ഫ്രാവ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയെ ദാസ് മേച്ച് എന്നാണ് കണ്ടോ, അതിൻ്റെ ന്യൂട്രലായി ആർട്ടിക്കിൾ. അപ്പോൾ ദാസ് മേച്ച് എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എക്സെപ്ഷൻസ് എല്ലാത്തിലും ഉണ്ട്, ജർമ്മൻ ഭാഷ എല്ലാ ഭാഷയിലും ഉണ്ട്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് പല വാക്കുകളും നമ്മൾ ഫെമിനീനാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ന്യൂട്രലായിരിക്കാം, ന്യൂട്രലാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ മാസ്കുലീനായിരിക്കാം. അപ്പോൾ തുടക്കം തൊട്ടേ നമ്മൾ ഈ ആർട്ടിക്കിൾ വിത്ത് നൗൺ ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ ഭാഷയിൽ 4 കേസുകളുണ്ട്. ഒന്ന് നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്, ജെനിറ്റീവ്. അപ്പോൾ ഈ നോമിനാറ്റീവാണ് ബേസ് ആയിട്ടുള്ള കേസ്. ബാക്കിയെല്ലാം ഈ നോമിനാറ്റീവ് വാക്ക് അല്ലെങ്കിൽ നൗണിനെ വച്ചിട്ടാണ് വേറെ കേസുകൾ മാറുമ്പോൾ അതനുസരിച്ച് ഈ ആർട്ടിക്കിളും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ആർട്ടിക്കിൾ വിത്ത് നൗണ് ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.